ദുബായ് ആണോ കുവൈത്ത് ആണോ നല്ലത്? ഇത് പല ആൾക്കാരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ്. രണ്ടും രണ്ട് പർപ്പസാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. കാരണം ദുബായ് എന്ന് പറയുന്നത് നമുക്ക് അത്യാവശ്യം ഫ്രണ്ട്സ് വേണം, നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സ് വേണം, നമുക്ക് പണി വേണം, അവിടെ രാത്രിയൊക്കെ പുറത്തൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് ചില്ലായിട്ട് നടക്കണം. ഇങ്ങനെയൊക്കെയുള്ളൊരു പർപ്പസ് ആണെങ്കിൽ, ഒരുപാട് സേവിങ്സ് ഒന്നും വേണ്ട എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ദുബായ് ചൂസ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങളൊരു 20-25 ഏജ്, ഒരു 25 വയസ്സൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് ബാധ്യതകളുണ്ട്, കല്യാണം കഴിക്കണം, അതുപോലെ സേവിങ്സ് വേണം, ഇങ്ങനെയൊക്കെ ഒരു മെൻറ്റാലിറ്റിയിൽ ഒരുപാട് പുറത്തൊന്നും കറങ്ങേണ്ട ആവശ്യമില്ല, പണിയെടുക്കുക, വാങ്ങുന്ന സാലറി അത്യാവശ്യം നല്ല രീതിയിൽ സേവ് ചെയ്യുക എന്നൊക്കെയുള്ളൊരു മെൻറ്റാലിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് കുവൈത്ത് ആയിരിക്കും കുറച്ചുകൂടി നല്ലത്. അപ്പോൾ എക്സ്പെൻസൊക്കെ നോക്കുന്ന സമയത്ത് ദുബായ് കുറച്ച് എക്സ്പെൻസീവ് ആണ്. അതുപോലെ തന്നെ നോർമൽ സാധാ എക്സ്പെൻസൊക്കെ കുറച്ച് കൂടുതലാണ്. അതുപോലെ തന്നെ അവിടെ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി നമ്മൾ പുറത്തിറങ്ങിയിട്ട് എക്സ്പ്ലോർ ചെയ്യുമോ. കുവൈത്തിൽ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവില്ല. കുവൈത്തിൽ നമ്മുടെ നാട്ടിലെ ഫ്രണ്ട്സുകളൊക്കെ ഭയങ്കര കുറവായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും കറങ്ങുന്ന ഒരു മെൻറ്റാലിറ്റി ഉള്ള ആൾക്കാരും ആയിരിക്കില്ല. സോ അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഫ്രണ്ട്സിനെ കിട്ടുകയും ചെയ്യില്ല, കുറവായിരിക്കും. അപ്പോൾ രണ്ടും രണ്ട് പർപ്പസാണ്. സോ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചൂസ് ചെയ്യാം.